ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വേവ്. ഇതിന് മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ ലൈനിങ് ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നതും ബാക്ക് പാർട്ട്, ഫ്രണ്ട് പാർട്ട്, സ്ലീവ്, ബാക്കിയുള്ള പീസസ് എല്ലാം കട്ട് ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ സ്റ്റിച്ചിങ് കുറേ പേർക്ക് അറിയാമായിരിക്കും. കൂടുതൽ ആൾക്കാർക്കും കട്ടിംഗ് ആണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ സ്റ്റിച്ചിങ് ഞാൻ കുറച്ച് വേഗം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ബാൻഡ് പീസാണ്. അപ്പോൾ ബാൻഡിന് നമുക്ക് കുറച്ച് കട്ടി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ 2 പീസും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ വയ്ക്കുന്ന 2 പീസ് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ താഴെയും മെയിൻ ക്ലോത്തും പിന്നെ നമ്മുടെ എക്സാക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് ആണ് ഏറ്റവും മുകളിൽ വെക്കേണ്ടത്. അതിനുശേഷം ഞാനിവിടെ 1/2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വെച്ചിട്ട് അടിക്കുക. അടുത്ത പീസും ഇങ്ങനെ വെക്കുക. സൈഡുകൾ മാറിപ്പോവാതെ നോക്കുക. അതായത് ആദ്യത്തെ പീസ് നമ്മൾ ഫ്രണ്ട് ഹുക്കിൻ്റെ അവിടെ നിന്ന് സൈഡിലേക്കാണ് അടിച്ചത്. അപ്പോൾ ഇനി അടുത്തത് അടിക്കുമ്പോൾ സൈഡിൽ നിന്ന് ഫ്രണ്ട് ഹുക്കിൻ്റെ അവിടേക്ക് അടിക്കുന്ന പോലെ നമ്മൾ ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് തിരിഞ്ഞു പോകാതിരിക്കും. ബാൻഡെല്ലാം നമ്മൾ ആദ്യമേ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഈ ഒരു ലൈനിങ് പീസിനെ ഇതേപോലെ റൈറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ മേലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ലൈനിങ്ങിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ നല്ല പീസിൻ്റെ മേലെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ 2 ബാൻഡിലും ചെയ്യാം. ഇനി നമുക്ക് ബാക്കി ഭാഗത്ത് നമ്മളുടെ എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എക്സാക്റ്റ് മെഷർമെൻറ്റുള്ള ലൈനിങ് ഉണ്ടല്ലോ, അത് ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി എക്സ്ട്രാസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഡാർട്ടൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ട്രേസിങ് വീൽ യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു സാധനം കൊണ്ട് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡാർട്ടെല്ലാം അടുത്ത പീസിലേക്കും കൂടി വരും, അടുത്ത സൈഡിലേക്കും കൂടി വരും. എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഡാർട്ടൊക്കെ പിടിക്കുന്ന സമയത്ത് തെന്നി പോവാതിരിക്കും. ബിഗിനേഴ്സൊക്കെ എന്തായാലും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. 2 സൈഡും നമുക്കിതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വരച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മുടെ ആ ലൈനിൽ കൂടെ ഇങ്ങനെ പിടിച്ച ശേഷം നമുക്ക് ഡാർട്ട് ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഡാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു അറ്റം എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തൊന്ന് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ കുറച്ച് നൂലിട്ട് കൊടുക്കുക. അല്ലാതെ നമ്മൾ കെട്ടിട്ട് നിർത്തരുത്. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും. കുറച്ച് എക്സ്ട്രാ നൂലിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 2 പ്രാവശ്യം അതേപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ആം ഹോളിൻ്റെ അവിടുത്തെ ഡാർട്ടും അതേപോലെ തന്നെ സൈഡ് ഹുക്കിൻ്റെ അവിടുത്തെ ഡാർട്ടും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മൾ 4 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡാർട്ടൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കപ്പിൻ്റെ ഷേപ്പ് വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് ഇതേപോലെ ചെയ്ത ശേഷം ബാൻഡ് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മെയിൻ ഡാർട്ട് ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തത് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2 സൈഡും കറക്റ്റായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ബാൻഡ് അഴിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ ബാക്ക് പീസിൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണു. അതിനുശേഷം ബാക്കിലുള്ള ഡാർട്ടും കൂടി നമ്മൾ 2 സൈഡും പിടിച്ചു കൊടുക്കുന്നു. ഡാർട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു 2 ഇഞ്ചിൻ്റെ ക്ലോത്ത് നമ്മൾ ഇതുപോലെ 2ആക്കി മടക്കിയിട്ട് നമ്മൾ താഴെ ഭാഗത്തൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. പക്ഷേ അത് ഞാൻ തിരിച്ച് മടക്കി അടിക്കുന്നത് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ. അതെന്തിനാണെന്നുള്ളത് പറഞ്ഞുതരാം. അതൊക്കെ ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫ്രണ്ട് പീസിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഹുക്കിൻ്റെ ഒരു 3 ഇഞ്ച് പീസ് എടുത്തിട്ട് ഇതുപോലെ 2ആക്കി മടക്കിയിട്ട് നമ്മൾ ആസ് യൂഷ്വൽ കുർത്തിക്കും അതുപോലെ ഫ്രോക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഹുക്ക് ഇതിൻ്റെ പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 3 ഇഞ്ചിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ 2ആക്കി മടക്കിയിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്നും കൂടി കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സൈഡിൽ ഐ പീസാണ് വെച്ച് കൊടുക്കേണ്ടത്. ഐ പീസ് നമ്മൾ എക്സ്ട്രാ കുറച്ചിങ്ങനെ പുറത്തേക്ക് കാണും എന്നുള്ളതുകൊണ്ട് നമ്മൾ നല്ല ക്ലോത്തിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. താഴെ ഭാഗം നമ്മൾ കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം, എന്നാലാണ് അത് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളവിടെ
ബാൻഡ് പീസൊക്കെ വെച്ചിട്ട് ഓൾറെഡി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഇതുപോലെ എക്സ്ട്രാ ഇട്ടിട്ട് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഇതൊക്കെ എല്ലാത്തിലും ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. എന്നിട്ട് നമുക്ക് ഹുക്ക് വേണ്ടിടത്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തൊക്കെ ഒരു ലൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. വി ഷേപ്പിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹുക്ക് ഇടാനുള്ള ലൂപ്പ് ഓൾറെഡി നമ്മൾ സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ റെഡിയാക്കി കഴിയുകയാണ്. അതല്ല നിങ്ങൾക്ക് കൈ കൊണ്ട് തുന്നാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ നെക്കിൻ്റെ അവിടെ ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു 1/4 ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് ലൂപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കവിടെ നെക്ക് ഫിനിഷ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കണം. ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇങ്ങനെ നല്ല വശവും ചേർത്ത് വയ്ക്കുക. അതിന് ശേഷം നമുക്കൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ കുറേ ക്രോസ് പീസസ് നമ്മൾ 1 ഇഞ്ചിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കുറച്ച് അധികം ലെങ്ത്തിൽ വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതേപോലെ വെച്ചിട്ട് കുറച്ച് എക്സ്ട്രാ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഇതുപോലെ അധികം വലിക്കാതെ മാക്സിമം സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ നോക്കണം. വലിച്ചു കഴിഞ്ഞാൽ നെക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെ ഒരു വ്യത്യാസം വരും. നമ്മൾ അധികം പ്രഷർ കൊടുക്കാതെ അതിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റിക്ക് അനുസരിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ച് ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു ഫ്രണ്ട് പാർട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് അടുത്ത ഫ്രണ്ട് പാർട്ട് വരെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. എന്നാലാണ് ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മളിതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഹുക്കിൻ്റെ ഭാഗം നമ്മളിതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം മാത്രം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് നമുക്ക് ആ ലൈനിങ്ങിൻ്റെ പീസിൽ കൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്തു പോകാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉള്ളിൽ എക്സ്ട്രാസ് ഉണ്ടാവും. എന്നിട്ട് അത് കട്ട് ചെയ്ത ശേഷം ഈ ഒരു പീസിനെ നമ്മൾ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നെക്ക് വളരെ നീറ്റായിട്ട് തന്നെ കിട്ടും. ഇതേപോലെ തന്നെയാണ് കുർത്തിയുടെയും അതുപോലെ ഫ്രോക്കിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ആം ഹോളും അതേപോലെ നെക്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡ് തന്നെയാണ്. ബയാ സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത്. ചിലവർ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഞാനിത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ഉള്ളിലുള്ള എക്സ്ട്രാസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കുറച്ച് എക്സ്ട്രാസ് നിൽക്കുന്നുണ്ടാവും. അത് നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു ലൈനിങ്ങിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് അയൺ ചെയ്തും കൂടി എടുത്തു കഴിഞ്ഞാൽ വൃത്തിയായിരിക്കും. ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. സ്ലീവ് അപ്പോൾ ഫ്രണ്ടും ബാക്കും കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ ആസ് യൂഷ്വൽ കുർത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്കും അടുത്തത് ആ സൈഡിൽ മുതൽ സെൻറ്റർ വരെ എത്തിയിട്ട് സെൻറ്ററിൽ നിന്ന് വീണ്ടും അടുത്ത സൈഡിലേക്കും പോകുന്ന അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മളിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവ് രണ്ടും സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഇനിയാണ് സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഒന്ന് മടക്കി അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ സീം അലവൻസ് വിട്ടിട്ടുള്ളത് അതനുസരിച്ച് മടക്കി അടിക്കുക. ഞാനിവിടെ സ്ലീവിന് ലൈനിങ് കൊടുക്കാത്തതുകൊണ്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈനിങ് വെച്ച് തിരിച്ചടിക്കണം. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണം. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്ക് പീസിൻ്റെ താഴെ ഞാനൊരു 2 ഇഞ്ചിൻ്റെ ഒരു പീസ് വെച്ചിട്ട് മടക്കി അടിക്കാതെ പകുതി മാത്രം അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അത് നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള ലെങ്ത്തിൽ എന്തെങ്കിലും ഒരു പൊടിക്കൊക്കെ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു സൈഡ് നമ്മൾ ജോയിൻ ചെയ്ത് എത്തുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് കറക്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പൊടിക്ക് പോലും നമുക്ക് കയറ്റമോ ഇറക്കമോ ഇല്ലാത്തതുകൊണ്ട് നമുക്കിനി അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതിയാവും. ബാക്കിലോട്ട് അതാക്കിയിട്ട് ഒന്നുകിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഷീൻ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പെർഫെക്ഷൻ അറിയാൻ ഇതേപോലെ സ്ലീവ് ഒന്നിങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ ആ ജോയിൻറ്റ്സ് കണ്ടോ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു തുള്ളി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല.
ഓക്കെ, അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു 3-4 വീഡിയോസ് നിങ്ങൾ തറവായിട്ടൊന്ന് കണ്ടു നോക്കിയാൽ മതി. ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും കണ്ട് നോക്കണം. എന്നിട്ട് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്